നല്ല സ്മൂത്തായിട്ട് ചെയ്ത ഒരു സിനിമ ഡോക്ടർ ഇന്നസെൻ്റ് ആണെന്നുള്ള സിനിമയാണ്. ഈ സിനിമ റിലീസിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഇന്നസെൻ്റ് ഏട്ടന് ക്യാൻസർ ആണോ എന്നൊരു സംശയം പതുക്കെ വെളിയിൽ വന്നു തുടങ്ങിയത്. ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റിന് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റും സൂര്യയും ഒരേപോലെ സമീപിച്ചു. തിലകൻ അവസാനത്തെ അഭിനയത്തിൻ്റെ ഒരു സാക്ഷിയാണ്. അവസാനത്തെ സീന് സിനിമയിൽ ഒരുപക്ഷെ നമുക്ക് കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടാതിരിക്കാം. പക്ഷേ ഈ ലാഭം വേറൊരു സിനിമയിൽ പോകാൻ നിമിഷങ്ങൾ മതി. ഒരു റോൾ ഫിലിമിൽ അന്ന് 3500 റുപ്പീസ് ആവും. ഈ ഒരുവൻ ചെയ്യുന്ന സമയത്ത് മഴ വന്നിട്ട് എത്ര റോള് അന്ന് വേസ്റ്റായി പോലും നമുക്കറിയില്ല. എവിടെ ഒരു ഫ്രെയിം വെച്ചാലും അവിടെ ഒരു അണലി ഉണ്ടാവും. ഒരു ചതുപ്പ് നിലം നികത്തിയിട്ടാണ് അതിൻ്റെ ആ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ പ്രായമാവുന്നതിന് മുമ്പ് താല്പര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്തു തീർത്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അർത്ഥമില്ലല്ലോ. ഒരു 10 വർഷം കൊണ്ട് മലയാള സിനിമയ്ക്കുണ്ടായ മാറ്റം അതിഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നത് 135 സിനിമകളോളം ഇന്ന് OTTയിലോ തിയേറ്ററുകളിലോ പോകാൻ സാധിക്കാതെ ഇരിക്കുന്നതുണ്ടെന്നാണ് ഞാൻ ചേംബറിൽ നിന്നുള്ള ഇതിനെ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ബിജുമേനോൻ ആസിഫ് അലി പ്രൊജക്റ്റും ബാംഗ്ലൂർ ബേസാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും ചെയ്യാനും പറ്റും. ഒരു ശക്തമായിട്ടുള്ള എതിർപ്പുകൾ നമുക്ക് വകച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം ഈസിയായി മാറില്ല. ഡോക്ടർ ഇന്നസെൻ്റ് ആണ് വളരെ സ്മൂത്തായിട്ട് ചെയ്ത ഒരു മൂവിയായിരുന്നു. യാതൊരു തടസ്സങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു തീർത്ത സിനിമയാണ്. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. സൂര്യ TV നിന്ന് കുറച്ച് പണം ലഭിക്കാതെ വരിക, അങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങൾ ഒഴിച്ച് അതാണ് ആ ഒരു നല്ല സ്മൂത്തായിട്ട് ചെയ്ത ഒരു സിനിമ ഡോക്ടർ ഇന്നസെൻ്റ് ആണെന്നുള്ള സിനിമയാണ്. പിന്നെ എനിക്ക് ഡോക്ടർ ഇന്നസെൻ്റ് ആണെന്ന ലൊക്കേഷനിൽ വെച്ചാണ് ഇന്നസെൻ്റ് ഏട്ടന് ശരിക്കും ക്യാൻസർ രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. ഇന്നസെൻ്റിന് ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം 4 മണിക്ക് എനിക്കിന്ന് പോകണമെന്ന് പറയും. 4 മണിക്ക് നേരെ എറണാകുളത്തേക്ക് പോവുക. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. എന്തോ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ അഭിനയത്തിൽ നിന്നും അതേപോലെ തന്നെ പെരുമാറ്റത്തിൽ നിന്നും ഞങ്ങൾ അന്ന് ഊഹിച്ചിരുന്നു. പക്ഷെ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നില്ല. ഈ സിനിമ റിലീസിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഇന്നസെൻ്റ് ഏട്ടന് ക്യാൻസർ ആണോ എന്നൊരു സംശയം പതുക്കെ വെളിയിൽ വന്നു തുടങ്ങിയത്. പക്ഷെ അദ്ദേഹം അങ്ങനെ മറച്ചു വയ്ക്കുന്ന സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു രോഗം അതും അന്ന് ക്യാൻസർ എന്ന് പറയുന്നതിൽ എല്ലാവരും ഭയക്കുന്നൊരു രോഗമായിരുന്നല്ലോ. ഒരു രോഗം പെട്ടെന്ന് പിടിപെടുമ്പം ഉണ്ടാകുന്ന ഒരു ചെറിയൊരു വേവലാതി മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ഭയമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ശരിക്കും നമ്മൾ അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞിരുന്ന റിന്യൂമറേഷൻ്റെ ഒരു 75% നമ്മൾ തീർത്തു. ഡബ്ബിങ്ങിന് മുമ്പ് തന്നെ തീർത്തിരുന്നു. അദ്ദേഹം ഒരു പാട്ട് പാടി അതിനകത്ത്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അദ്ദേഹം അവസാനമായിട്ട് പാടിയതും അതിനകത്ത് തന്നെ ആയിരുന്നു. ഈ നമ്മുടെ ഡോക്ടർ ഇന്നസെൻ്റ് ആണ് സിനിമയിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പാടിയത്. അത് സന്തോഷ് വർമ്മ എഴുതി മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഒരു ഇലക്ഷൻ പാട്ട്. ഡബ്ബിങ്ങും അതുപോലെ തന്നെ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ്ങും ഒരുമിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് എറണാകുളത്ത് വെച്ചിട്ട്. അന്ന് വിജയ് ബാബുവാണ് എൻ്റെ ഓഡിയോ ലോഞ്ചിങ് ഉദ്ഘാടനം നടത്തിയത്. അന്ന് ഞാൻ ഇന്നസെൻ്റ് ഏട്ടന് 2 ലക്ഷം രൂപയുടെ ചെക്ക് ഫൈനൽ പേയ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബാങ്കിൽ വന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം അന്ന് ഇന്നസെൻ്റ് ഏട്ടന് ഡബ്ബിങ് തുടങ്ങുകയും വേണം. ഞാനന്ന് ഓഡിയോ റിലീസ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഡബ്ബിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ചെക്ക് ഇതുവരെ ബാങ്കിൽ വന്നില്ല, ഡബ് ചെയ്യണ്ടേന്ന് വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതൊക്കെ നമ്മൾ ഡബ് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം? അല്ല പൈസയുടെ കാര്യം പ്രശ്നമൊന്നുമില്ല, ഞാൻ ഡബ് ചെയ്യും. ഡബ് ചെയ്താൽ പോരെ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ മറ്റുള്ള പ്രൊഡ്യൂസറൊക്കെ ഒന്ന് പൈസ മേടിക്കാൻ ഡബ് ചെയ്യില്ല. അത് ആ ഒരു സംസാരം ഇപ്പോഴും എൻ്റെ
മനസ്സിലിങ്ങ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നസെൻ്റ് ഏട്ടൻ ഫുൾ ഡബ് ചെയ്തു. സിനിമ ഉദ്ദേശിച്ച പോലെ തന്നെ തിയേറ്ററിൽ ഇറക്കാൻ സാധിച്ചു. അതിലും പ്രൊഡ്യൂസർക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് വലിയ നഷ്ടം ഉണ്ടായില്ല. കാരണം അതൊരു 20-22 ലക്ഷം മറ്റോ അതിന് ടോട്ടൽ ചിലവായിരുന്നുള്ളൂ, ഡിസ്ട്രിബ്യൂഷനും എല്ലാം കൂടെ. എനിക്ക് 30-35 ലക്ഷത്ത് 40 ലക്ഷത്തോളം അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അതും വലിയ കുഴപ്പമില്ലാണ്ട് ആ സിനിമയും പോയി. അതിനുശേഷമാണ് ഷേക്സ്പിയർ എന്ന മലയാളത്തിൻ്റെ ഡയറക്ടർ ഷൈജു അന്തിക്കാട്, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഷേക്സ്പിയർ എന്ന മലയാളത്തിന് വേറൊരു കഥ കൂടെ ഉണ്ട് അതിനകത്ത്. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റിന് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റും സൂര്യയും ഒരേപോലെ സമീപിച്ചു. ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ശ്രീ വാഴൂർ ജോസും സൂര്യയ്ക്ക് വേണ്ടിയിട്ട് മിസ്റ്റർ ഭാസ്കർ, എൻ്റെ ഓർമ്മയിൽ അതാണ്, ഭാസ്കർ ട്രിവാൻഡ്രത്ത് നിന്ന്, ഇവർ രണ്ടുപേരുമാണ് ഈ സാറ്റലൈറ്റ് റൈറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് അന്ന് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ടാണ്. 2008 ആദ്യം 15 ലക്ഷം 20 ലക്ഷത്തിൻ്റെ അത് തുടങ്ങിയിട്ട് അത് ശരിക്കും ലേലം വിളിച്ചിട്ടാണ് ആ സിനിമ 52 ലക്ഷം രൂപയ്ക്കാണ് അന്ന് സാറ്റലൈറ്റ് റൈറ്റ് ആ സിനിമയ്ക്ക് പോകുന്നത്, ഏഷ്യാനെറ്റ് എടുത്ത്. അതുമാത്രമല്ല, ഏഷ്യാനെറ്റ് ഇന്നും ആ സിനിമ വേറെ ഒരു ചാനലിലും കൊടുത്തിട്ടില്ല. ഇപ്പോഴും അവരുടെ ചാനൽ മാത്രമേ ആ സിനിമ അവർ ഓടുന്നുള്ളൂ. ഇന്ന് 8ാമത്തെ സ്ഥാനമെന്ന് തോന്നുന്നുണ്ട്. ടോട്ടൽ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും 8ാമത്തെ സ്ഥാനം ആ സിനിമയ്ക്ക് ഏഷ്യാനെറ്റിൻ്റെ വ്യൂവർഷിപ്പിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഷൈജുവിന് ഒരു സീനൊന്നും നമ്മുടെ വീട് ഒരു സിനിമയുടെ സബ്ജക്റ്റിന് വിജി, കോട്ടയത്തെ സെഞ്ചുറി സെൻട്രൽ പിക്ചേഴ്സിൻ്റെ വിജി 1,80,00,000 രൂപ അങ്ങനെ തന്നെ സാറ്റലൈറ്റ് കഥ കേൾക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. സീനൊന്നും നമ്മുടെ വീട്. അപ്പം അത് ദാസേട്ടനോടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ദാസേട്ടനാണ് എൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. കാരണം അതിന് എനിക്ക് മുമ്പ് തന്നെ ദാസേട്ടനിൽ എത്തി. അപ്പോൾ ദാസേട്ടൻ എന്തോന്നാലും ദാസേട്ടൻ എന്നെ വിളിക്കും, അതെനിക്ക് ഉറപ്പാണ്. ദാസേട്ടൻ പറഞ്ഞു, ഓർമാജി നമുക്ക് പടം ചെയ്താലോ എന്ന് ചോദിച്ചു. നമ്മളൊന്ന് കഥ കേൾക്കട്ടെ, സിനിമ ചെയ്യുന്നതല്ലോ, കഥയും കൂടെ കേൾക്കണമല്ലോ, നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിന് തീരുമോ ഇല്ലയോ എന്നുള്ളതും കൂടെ അറിയണമല്ലോ. അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ബഡ്ജറ്റ് കുറച്ച് കൂടും എന്നുള്ളൊരു 2 കോടി 2.5 കോടിയുടെ എത്തും എന്നുള്ളത് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. അങ്ങനെ ആ സിനിമയുടെ ഈ ഹാങ്കുലാണ് ഇത് വരുന്ന ഈ സീനും നമ്മുടെ വീട് വരുന്നത്. അതിനകത്ത് തിലകൻ ചേട്ടൻ ഒരു വലിയൊരു ക്യാരക്ടറാണ്. നവ്യ നായർ തിരിച്ചു വരുന്ന സിനിമ. നവ്യ നായർ ഒന്ന് സിനിമ ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന സമയം ബോംബെയിൽ പോയി നവ്യയായിട്ട് ഞങ്ങൾ ഷഫീർ സെറ്റ് അദ്ദേഹം മരിച്ചു 4 വർഷമായപ്പോൾ. അദ്ദേഹം വലിയൊരു പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു. ധാരാളം വലിയ വലിയ സിനിമകൾ, കായംകുളം കൊച്ചുണ്ണി വരെ, അതുപോലെ മറിയം ജോസ്, അതെല്ലാം അദ്ദേഹം ചെയ്ത സിനിമകളാണ്. അപ്പം അദ്ദേഹമായിട്ട് ഞങ്ങൾ പോയി ബോംബെയിൽ നവ്യയെ തിരിച്ചു കൊണ്ടുവരുന്നുള്ളൊരു തീരുമാനമായി. നവ്യയും ലാലേട്ടൻ, സിദ്ദിഖ് ലാലേട്ടൻ, തിലകൻ ചേട്ടൻ, ഷാജോൺ, അങ്ങനെ ഷാജോൺ, സുധീഷ്, അവരെല്ലാവരും ആ സിനിമയിലെ കഥാപാത്രമായിരുന്നു. അങ്ങനെ തിലകൻ ചേട്ടൻ്റെ അവസാനത്തെ അഭിനയത്തിൻ്റെ ഒരു സാക്ഷിയാണ് അവസാനത്തെ സീന്. അതിപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. മഹാനായ തിലകൻ ചേട്ടൻ അഭിനയിച്ച സീനെന്ന് ഇപ്പോഴും ആ ഇതിലെഴുതി കാണിക്കുന്നത്. ഡബ് ചെയ്തത് ഷമ്മി തിലകനാണ്. ഡബ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്. സീനും നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ശരിക്ക് അദ്ദേഹത്തിന് ഒറ്റപ്പാലത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അത് എൻ്റെ കാറിലാണ് ഞങ്ങൾ പോയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ട്രിവാൻഡ്രത്തേക്ക് പോയി പിന്നെ തിലകൻ ചേട്ടൻ്റെ ഒരു അന്ത്യം കേൾക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു അനുഭവം, തിലകൻ ചേട്ടനുമായിട്ടുള്ളൊരു അനുഭവം ഭയങ്കര ഇതാണ്. ഇടയ്ക്ക് തിലകൻ ചേട്ടൻ ഞങ്ങൾ അതിനു മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. ഈ ഡേറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് അതിനുശേഷം എന്നെ 2 പ്രാവശ്യം വിളിച്ചു അദ്ദേഹം. 1 മണിക്കൂർ ഞാൻ തിലകൻ ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു കഥ, ഒരു നമ്പൂതിരി കുടുംബത്തിൻ്റെ കഥ അദ്ദേഹം സംവിധാനം ചെയ്യാൻ
നോക്കി വെച്ചിരുന്ന കഥ. ഒരു മ്യൂസിക്കൽ, ക്ലാസിക്കൽ മ്യൂസിക്കൽ ലവ് സ്റ്റോറി. ഒരു നമ്പൂരി കുടുംബത്തിലെ ഒരു സ്ത്രീയും ഒരു മാഷ്, താഴ്ന്ന ജാതിയിലുള്ള ഒരു മാഷുമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. നല്ല നല്ല കഥയായിരുന്നു അത്. എന്നോട് ഒരു ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ ഈ ഞാനും തിലകഞ്ചേട്ടനോട് അടുപ്പിച്ച് നമുക്ക് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ സിനിമയിൽ കിട്ടിയിട്ടുള്ള വലിയൊരു ഭാഗ്യം എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. സിനിമയിൽ ഒരു പക്ഷേ നമുക്ക് കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടാതിരിക്കാം. പക്ഷേ ഈ ലാഭം വേറൊരു സിനിമയിൽ പോകാൻ നിമിഷങ്ങൾ മതി. പക്ഷേ ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങളാണ് എപ്പോഴും സിനിമയിൽ നമുക്ക് സ്വത്തായിട്ട് ഇപ്പം കൊണ്ടു നടക്കുന്ന. ഇതിനോടൊപ്പം തന്നെ എല്ലാ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂട്ടത്തിൽ അഭിനയിച്ചു, ലാലേട്ടൻ്റെ കൂട്ടത്തിൽ അഭിനയിച്ചു, ദുൽഖറിൻ്റെ കൂട്ടത്തിൽ അഭിനയിച്ചു, ജയസൂര്യയുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ അഭിനയിച്ചു. അതുമാത്രമല്ല, ദുൽഖർ, മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെ 3 പേരുടെയും കൂടെ ഞാൻ ഡോക്ടറായിട്ട് അഭിനയിച്ചത്. പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ, നമ്മുടെ ഡോക്ടർ ഇന്നസെൻ്റ് ഏട്ടനിലാണ് ശരിക്ക് ഒരു 8-9 സീനിൽ അടുപ്പിച്ച് അഭിനയിച്ചത്. സുരേന്ദ്രൻ എന്നൊരു ക്യാരക്ടർ. അതിന് ഇന്നസെൻ്റ് ഏട്ടൻ എനിക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. മമ്മൂക്കയുടെ കൂട്ടത്തിൽ അഭിനയിക്കുന്നവരും ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമാണ്. അദ്ദേഹം നമുക്ക് ചെറിയൊരു റോളാണെങ്കിൽ പോലും അദ്ദേഹം നമ്മൾ പറഞ്ഞു തരും. അദ്ദേഹം വന്നിട്ട് നമ്മൾ ഇന്ന ചെയ്യുക അങ്ങനെ പറഞ്ഞു തരിക. നല്ലൊരു അനുഭവമാണത്. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ അഭിനയം മോഹത്തോടെ അടയാൻ സിനിമയിൽ ഇറങ്ങണത്. പക്ഷേ ഈ ഒരു സിനിമയിലും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കാരണം ഈ ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സുമൊക്കെ ഒരു വല്ലാത്തൊരു രീതിയിലേക്കാവും. കാരണം ദിവസമുള്ള പ്രശ്നങ്ങൾ, ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ. അത് ആദ്യത്തെ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഫിലിമാണന്ന്. അന്ന് ഡിജിറ്റലല്ലല്ലോ. ഒരു റോൾ ഫിലിമിൽ അന്ന് 3500 റുപ്പീസ് ആവും. ഈ ഒരുവൻ ചെയ്യുന്ന സമയത്ത് മഴ വന്നിട്ട് എത്ര റോള് അന്ന് വേസ്റ്റായി പോലും നമുക്കറിയില്ല. അത്രമാത്രം കോസ്റ്റ് അതിനകത്ത് വന്നു. അതേപോലെ തന്നെ അതിൻ്റെ അവസാനത്തെ ഒരു ക്ലൈമാക്സ്, പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞ് രാജു നമുക്ക് 12 ദിവസത്തെ ഡേറ്റാണ് അന്ന് രാജു നമുക്ക് തന്നിരിക്കണം. കറക്റ്റ് 12 ദിവസത്തിനുള്ളിൽ തീരണം. അതിൻ്റെ ക്ലൈമാക്സ് നടക്കുന്നത് മലമ്പുഴയിലെ കവ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് രാത്രി, അന്ന് ഈ ഡേ നൈറ്റ് അങ്ങനെ ഒരു ചെയ്ത കൃത്യമായിട്ട് അറിയും. അന്ന് അത്ര ഒരു സക്സസ് ആയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നൈറ്റ് സീക്വൻസ് നൈറ്റ് തന്നെ ചെയ്യണം. അങ്ങനെയായിരുന്നു അത്. ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നിറച്ച അണലികളാണ്. രാത്രി എവിടെ ഒരു ഫ്രെയിം വെച്ചാലും അവിടെ ഒരു അണലി ഉണ്ടാവും. ഒരു ചതുപ്പ് നിലം നികത്തിയിട്ടാണ് അതിൻ്റെ ആ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ നവോദയയുടെ ഒരു സ്ഥലമാണ്. അതിന് പ്രത്യേക പെർമിഷൻ വേണം അതിനകത്തേക്ക് പോകാൻ. ഗവൺമെൻറ് ശരിക്കും പെർമിഷൻ കൊടുക്കുന്നൊരു സ്ഥലമല്ല. നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം. അതായത് കാതോരം ഒക്കെ ഷൂട്ട് ചെയ്ത് അവിടെയാണ്. മൃഗയ ആ ലൊക്കേഷൻ അവിടെയായിരുന്നു. മമ്മൂക്ക നീന്തി വരുന്ന സീനൊക്കെ മലമ്പുഴയുടെ ഒരു ഭാഗത്തായിരുന്നു. കവ എന്ന് പറയുന്ന സ്ഥലം. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പെട്ട പാട് ഇന്നും ഞാൻ മറന്നിട്ടില്ല. അത് കാരണം കൊടും മഴ, ഡീസൽ ബോംബ് പൊട്ടിക്കണം. അതൊരു ബോംബ് ബ്ലാസ്റ്റാണ് ലാസ്റ്റ് വരുന്നത്. 2-3 ബ്ലാസ്റ്റ് ഉണ്ട് അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വെടിക്കെട്ട് തീ പിടിക്കുന്നത്, പിന്നെ വെടിക്കെട്ട് അപകടം ഉണ്ടാവുന്നത്, പിന്നെ അവസാനം ക്ലൈമാക്സിൽ ഒരു ബ്ലാസ്റ്റ്. ഈ ബ്ലാസ്റ്റ് 2-3 പ്രാവശ്യം ചെയ്തിട്ടും സക്സസ് ആവുന്നില്ല. കാരണം അതുപോലത്തെ മഴ. രാജുവിന് പിറ്റേ ദിവസം പോകണം. അതൊക്കെ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ
ദുരനുഭവങ്ങൾ നമ്മളെ അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള എതിർപ്പുകൾ നമ്മളെ നമുക്ക് വകച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം ഈസിയായി മാറുമല്ലോ. അങ്ങനെയാണ് ശരിക്കും സിനിമ പിന്നെ ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നി. മറ്റുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും വിഷമങ്ങളില്ലാത്തതുകൊണ്ട് അതുപോലെ 3 ബാറ്റ വരില്ല. മറ്റേത് രാവിലെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ 4 മണി വരെ ഷൂട്ടിംഗ് ആണെങ്കിൽ ഇത് ഏകദേശം സമയത്തിന് തീരും. മാക്സിമം ഒരു 7 മണി 8 മണി വരെയൊക്കെ പോവുള്ളൂ മറ്റുള്ള സിനിമകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സിനിമ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സിനിമയിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യണം തോന്നിയത്. അടുത്ത സിനിമകൾ എന്തു വന്നാലും ഇത്രയും കഷ്ടപ്പാട് ഉണ്ടാവില്ല എന്നുള്ളൊരു മനസ്സിലെനിക്ക് തോന്നലുണ്ടായിരുന്നു. ഇതാണ് പറ്റിയത് എനിക്കൊരു അഭിനയിച്ചിട്ട് എനിക്ക് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എൻ്റെ കഥ സത്യം പറയാൻ കേട്ടിട്ടാണ് ഇന്നസെൻ്റ് ഏട്ടൻ ഇതിൽ വേഷം ചെയ്യുക, ഞാനുണ്ടല്ലോ, ഞാൻ ഇതിൽ വേഷം ചെയ്യും, ഇതിനകത്ത് ഒരു സംഭാഷണമുള്ള 3-4 ഇതിൽ വേഷം ചെയ്യാൻ പറഞ്ഞു. അതും ചെയ്തു. പക്ഷെ എന്നാലും ആ സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞ സൂര്യ TV എന്നുള്ള കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ എനിക്ക് അത് പൂർണ്ണമായിട്ടും ആ ഒരു ക്യാരക്ടർ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ കോൺഫിഡൻസ് ആയിട്ട് അഭിനയിക്കാനും പറ്റിയിട്ടില്ല എനിക്ക് പലപ്പോഴും. ഇപ്പോഴും അഭിനയം വേണം എന്നുള്ളൊരു താല്പര്യത്തിൽ തന്നെയാണ്, അതിനകത്ത് ഒന്നുമില്ല. പക്ഷേ സിനിമ പാഷനായിരുന്നു ശരിക്ക്. ഞാനിപ്പോൾ സിനിമ നിർമ്മിച്ച് എനിക്ക് അതിനകത്തുനിന്ന് ധാരാളം പൈസ ഉണ്ടാക്കണമെന്നോ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നഷ്ടം വന്നതിനകത്തേക്ക് ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. എതിർപ്പുകൾ പിന്നെ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞത് എൻ്റെ കുടുംബത്തിലുള്ള സപ്പോർട്ടാണ്. എൻ്റെ ഭാര്യയുടെയും മകൻ്റെയും അവരുടെ സപ്പോർട്ട്. ഈ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് സിനിമ എന്നൊക്കെ പറഞ്ഞാലൊരു ഭയം ജനിപ്പിക്കുന്നൊരു മേഖലയാണല്ലോ. അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ സപ്പോർട്ട് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം ആണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ഇനിയും ഒന്നും ആയിട്ടില്ല, സിനിമയിലൊന്നും ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്തൊക്കെയോ ചെയ്തു നമ്മുടെ ലൈഫിൽ. നമ്മുടെ പ്രായമാവുന്നതിന് മുമ്പ് താല്പര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്തു തീർത്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അർത്ഥമില്ലല്ലോ. കുറേ കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് പരിശ്രമിക്കുക, ചെയ്യുക എന്നല്ലാതെ ആ ഒരു പോളിസിയിലാണ് ഞാൻ ശരിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നും അതെ, എനിക്ക് ഞാൻ ചെയ്തതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കൂടുതലായിട്ട് ഭഗവാൻ തന്നാൽ ഭാഗ്യം എന്നല്ലാതെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇനി അത്ര വലിയ പരിശ്രമിക്കുമെന്നറിയില്ല. കാരണം എനിക്കിപ്പോൾ അറിയാമല്ലോ, എല്ലാ മേഖലകളിലും കോവിഡിന് ശേഷം എല്ലാ മേഖലകളിലും എൻ്റേതായിട്ടുള്ള ദോഷങ്ങളുണ്ടായിരുന്നു. പിന്നെ മലയാള സിനിമയും വല്ലാണ്ട് മാറി. ഇന്ന് നമ്മളൊരു നല്ല കഥയുമായിട്ട് അപ്രോച്ച് ചെയ്താൽ തന്നെ നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുക. ഒരു 10 വർഷം കൊണ്ട് മലയാള സിനിമയ്ക്കുണ്ടായ മാറ്റം അതിഭയങ്കരമാണ്. ഒരു സാധാരണക്കാരന് ഇന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു സംവിധായകന് അവന് യാതൊരുവിധ പിടിപാടുകളില്ലെങ്കിൽ ഇന്ന് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അവന് ഡേറ്റ് കിട്ടില്ല. അങ്ങനെ പല നല്ല കഥകളും ആർട്ടിസ്റ്റുകളുടെ കുറവ് മൂലം അത് ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ച് അതിന്ന് OTTയിലോ തിയേറ്ററുകളിലോ പോവാതെ പെട്ടിയിലിരിക്കേണ്ട അവസ്ഥ ഇന്ന് മലയാള സിനിമയ്ക്കുണ്ട്. എനിക്ക് തോന്നുന്നത് 135 സിനിമകളോളം ഇന്ന് OTTയിലോ തിയേറ്ററുകളിലോ പോകാൻ സാധിക്കാതെ ഇരിക്കുന്നതുണ്ടെന്നാണ് ഞാൻ ചേംബറിൽ നിന്നുള്ള ഇതിനെ അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും സിനിമ കാരനല്ല, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത് ഞാൻ ചെറുതായിട്ടൊക്കെ അന്നൊക്കെ പാടുമായിരുന്നു. ഇന്നിപ്പം ഇതില്ല, കുറേ ചെറുതായിട്ടൊക്കെ, ഒരു ഗായകനൊന്നും അല്ല, എന്നാലും പാടാനൊരു കഴിവൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇതൊരു സിനിമയിൽ പാടാനും ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ പാട്ട് വിജയിക്കുമല്ലോ എന്നുള്ളതിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാടാണ്ടിരുന്നത്. എൻ്റെ ആഗ്രഹം പോലെ തന്നെ എപ്പോഴും അച്ഛന്മാരെ കണ്ടിട്ടാണല്ലോ മക്കളും വളർന്നു വരുന്നത്. അപ്പോൾ
മകന് ആദ്യം സിനിമാ മേഖലയിലേക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. മകനൊരു സിനിമയിൽ ഹീറോയുടെ അഭിനയിക്കാൻ പോയി അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ മകനും മീഡിയ മേഖലയിലേക്ക് തന്നെ വന്നു. ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം മകൻ്റെയും ആഗ്രഹം സിനിമ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു സിനിമ മോഹം, കാരണം ഒരു സപ്പോർട്ടും കൂടി കിട്ടിയല്ലോ. ഒരു മകൻ്റെയും കൂടെ സപ്പോർട്ടുണ്ടെങ്കിൽ അച്ഛന് കൂടുതൽ ഊർജ്ജം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഇനിയും മുമ്പോട്ട് പ്രോജക്റ്റുകൾ ചെയ്യണമെന്നുണ്ട്. മലയാളത്തിൽ ബിജു മേനോനും ആസിഫ് അലിയും വെച്ചിട്ടൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഇടയ്ക്കൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കാണ് കോവിഡിൻ്റെ ഒരു പ്രശ്നം തുടങ്ങിയത്. പിന്നെ അതങ്ങനെ ഒരു പകുതിയിൽ നിൽക്കുന്നു. മകൻ്റെ ഇതിലൊരു കന്നഡ പ്രോജക്റ്റിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷനിലിരിക്കുന്നു. അതാണിപ്പോൾ ഉള്ള നിലവിൽ ഇപ്പോൾ മനസ്സിൽ കിടക്കുന്ന കാരണം ഒരു വിഷയം. നാട്ടിലേക്ക് അധികം ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല മലയാളത്തിൽ. ഇപ്പോൾ ഈ ബിജു മേനോൻ ആസിഫ് അലി പ്രൊജക്റ്റും ബാംഗ്ലൂർ ബേസാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും ചെയ്യാനും പറ്റും. ബാംഗ്ലൂരിലെ IT പേഴ്സണലും നാട്ടിൽ നിന്ന് വരുന്ന ഒരു പയ്യനുമായിട്ടുള്ള ഒരു ഗെയിം ആണ് അതിനകത്ത്. നല്ലൊരു സബ്ജക്റ്റാണ് അത്. ഒരിക്കൽ ബിജു മേനോനെ കാണാൻ പോയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് തൃശ്ശൂർ വരെ പോയി ഞങ്ങൾ തിരിച്ചു വരേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മാനേജർ പറഞ്ഞ് കാണണം, സംസാരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനി നോക്കാം, എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുന്ന പോലെ മുമ്പോട്ട് പോട്ടെ. ഇത്രയും നേരം എൻ്റെ ഈ ഒരു അനുഭവങ്ങൾ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.